പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് കുറേ കാലമായി. പക്ഷേ ഇതിപ്പോൾ ഈ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉള്ളത്. ദിവസവും നമ്മൾ ഓരോരോ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അതിൽ രാഷ്ട്രീയ പ്രശ്നം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഇത് നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നീറ്റ് പരീക്ഷ. ഇതിലൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ നെറ്റടിച്ചാൽ 1989 ഫസൽ ഗഫൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് കേരള എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരുന്നു ഞാൻ. അത് പ്രകാരം ആണ് അന്ന് PGക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഓൾ ഇന്ത്യ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമല്ല, അതിൽ നമ്മുടെ റോൾ ഉണ്ടായിരുന്നു അന്നെന്നുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നീറ്റ് പരീക്ഷ. ഞങ്ങളുടെ ഒരു അഭിപ്രായം തന്നെ പറയാം, ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീറ്റ് സമ്പ്രദായം തന്നെ എടുത്തു കളയണമെന്ന്. അത് സ്റ്റാലിൻ പറയുന്നതാണ് ശരി ഇക്കാര്യത്തിൽ. കാരണം ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇത് എമർജൻസി കാലഘട്ടത്തിൽ സ്റ്റേറ്റ് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ എടുത്ത് കൺകറൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ടതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഇപ്പോൾ കേന്ദ്രം എല്ലാത്തിലും ഇടപെടുകയും കോടതികൾ എല്ലാത്തിലും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നീറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായി. എന്തൊക്കെയാണ് നടക്കുന്നത്? നീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ്, ആൾമാറാട്ടം, മനസ്സിലായ? അങ്ങനെ എല്ലാ സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അതൊക്കെ ഇപ്പോഴല്ലേ പുറത്തു വന്നത്, ഇത് മുമ്പുണ്ട്, പക്ഷെ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് വലിയ മികച്ച മെഡിക്കൽ കോളേജുകളുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ നിന്ന് 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടി, ഒരു മലപ്പുറം ജില്ലയിലൊരു കുട്ടി, അല്ലെങ്കിൽ ഇനി മലപ്പുറം വേണ്ട, തിരുവനന്തപുരം ജില്ലയിലൊരു കുട്ടി ആസാമിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഒറീസയിൽ പോയി പഠിക്കണം. അത് എന്തിന് പഠിക്കണം എന്ന് എനിക്ക് അറിഞ്ഞു. കാരണം അവിടെയൊക്കെ മെഡിക്കൽ കോളേജ് വന്നുപോയി. അപ്പം പണ്ട് മെഡിക്കൽ കോളേജുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് തുടങ്ങിയവർ. അപ്പോൾ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ, അവർക്ക് അവിടെ പോയി താമസിക്കണം, ഭക്ഷണം, എത്ര യാത്ര ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അനാവശ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഓൾ ഇന്ത്യ കോട്ട എടുത്തു കളഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെൻറ് നടത്തണം, അതേ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തണം. അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടും ഒക്കെ നിലനിൽക്കുന്നത്. അതിൽ കേരള ഗവൺമെൻറ്, എനിക്ക് ദുഃഖമുണ്ട്, കേരള ഗവൺമെൻറ് ഇതൊരു ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കണം. ഞാൻ മീറ്റിങ്ങിന് പോയി, ഒരു പരിപാടിക്ക് പോയപ്പോൾ SFI പറയുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അനുകൂലമാണെന്ന്. പക്ഷേ കേരള ഗവൺമെൻറ് ഒരു തീരുമാനം അറിയിക്കണ്ടേ? ആ ഗവൺമെൻറ് തീരുമാനം അറിയിക്കുകയും അത് കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണത്. ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യമല്ല. 30-40 കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ്, അവിടെയൊക്കെ പക്ക ആൾമാറാട്ടം നടക്കും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെങ്ങാണ്ട് പോയിട്ട് പരീക്ഷയ്ക്ക് അപ്പിയറിയുന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ മധ്യപ്രദേശിൻ്റെ ഒരു ഇന്റേണൽ മറ്റേ ഇതല്ലാത്തൊരു സ്ഥലത്ത്, വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷ നടത്തണമെങ്കിൽ എന്തായിരിക്കും? മാത്രമല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളോ ഇൻവിജിലേഷൻ സംവിധാനമോ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങൾ മുമ്പ് കണ്ടാണല്ലോ, ഇതിൽ കയറ് വെച്ച് കയറിയിട്ട് ബീഹാറിൽ കോപ്പിയടി നടക്കണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബീഹാർ പരീക്ഷകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ തന്നെ വീണ്ടും ഇപ്പോൾ ബീഹാറിൽ തന്നെയാണല്ലോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതാണ് തുടരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കത് ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള നിലക്ക് കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കണം. അതാണ് ഫസ്റ്റ് നീറ്റിനെ പറ്റി. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനായ, തുടർച്ചയായിട്ട് അതിൽ പ്ലസ് 2 വരും. ഈ SSLC പരീക്ഷ ഇത് നിർത്തണം, 10ാം ക്ലാസ്. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ വിളിച്ചു ചോദിച്ച്, ആന്ധ്രാപ്രദേശിൽ 30 മാർക്കും റിട്ടേണാണ്, 5 മാർക്ക് മാത്രമുള്ള ഇൻറ്റേർണൽ അസസ്മെൻറ്റ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, എന്തോ പേരായിട്ട് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്. അതായത് അത് പല ഇത് കൊടുക്കുക, മറ്റേ ടാസ്കുകൾ കൊടുക്കുക, ജോലികൾ കൊടുക്കുക, അതൊക്കെ കൂടെ ചെയ്തിട്ട് ടീച്ചറുടെ അടുത്ത് പോരുമ്പോൾ ഞാനിപ്പോൾ പോരില്ല. MESൻ്റെ തന്നെ ഒരു സ്കൂൾ വിളിച്ചു ചോദിച്ചു, എത്രയാണ് നിങ്ങൾ കൊടുക്കുന്ന ഈ കുട്ടികൾക്ക് ഇൻറ്റേർണൽ മാർക്ക്? ഞങ്ങൾ എല്ലാവർക്കും 19-20 ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 8 മാർക്ക് മതി പാസ്സാവാനായിട്ട് പോകും. 8 മാർക്ക് മതി പാസ്സാവാനായിട്ട്. അതിൽ എന്താണ് പറയുക, മണ്ണുണ്ണികളാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോ മറ്റേ സജി ചെറിയാനും പറഞ്ഞ മാറ്റ ആൾക്കാരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോ അതിനെതിരായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ, അതൊക്കെ വേറെ വിഷയമാണ്.
പക്ഷേ 8 മാർക്കുള്ള വിദ്യാർത്ഥിയാണ് പാസ്സാവുന്നത്. അപ്പോൾ 8 മാർക്കുള്ള വിദ്യാർത്ഥി പാസ്സായിട്ട് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നീറ്റ് പരീക്ഷ എഴുതുന്നു. അപ്പോൾ +2 സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സീറ്റ് പണ്ടാണെങ്കിൽ സീറ്റ് കിട്ടിയില്ല. ഇത് +2 സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് +2 നമ്മൾ സീറ്റ് വാങ്ങുന്നു. സീറ്റ് വാങ്ങി കൊടുത്തതിന് ശേഷം ഈ ചങ്ങാതി പോയിട്ട് 4ഓ 5ഓ അറ്റംപ്റ്റ്, ഇനി ഒരു കണക്കും കൂടെ പറഞ്ഞുതരാം, MBBSന്റെ അറ്റംപ്റ്റിൻ്റെ ഇത് പറഞ്ഞുതരാം. 10% കുട്ടികളെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവുന്നുള്ളൂ. 30% കുട്ടികൾ പാസ്സാവുന്നത് സെക്കൻഡ് അറ്റംപ്റ്റ്, 50% പേര് പാസ്സാവുന്നത് തേർഡ് അറ്റംപ്റ്റ്, ബാക്കിയുള്ളവർ 10% പേര് 4ഉം 5ഉം. ഈ 4ഉം 5ഉം ഇതൊക്കെ ഈ കോച്ചിങ് സെൻറ്ററുകൾക്ക് ഗുണകരമായി തീരുകയും, ഇപ്പം എന്താ നടക്കണമെന്ന് വെച്ചാൽ കോച്ചിങ് സെൻറ്ററുകളൊക്കെ തടിച്ച് ഇപ്പം നമ്മൾ വേറെ വഴിക്കണ്ടില്ലേ, ഫുൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കോച്ചിങ് സെൻറ്ററുകളൊക്കെ. ഒരൊറ്റ വിദ്യാർത്ഥിക്ക് ഇന്ന് മെഡിസിന് ഫുൾ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുമോ? പ്രൈവറ്റ് സെക്ടറിൽ മുമ്പ് നമ്മൾ ഒരുപാട് പോരാടിയതാണ് 50-50ക്ക് വേണ്ടിയിട്ട്. ആ 50-50 കോടതി എടുത്ത് കളഞ്ഞ് ക്രോസ് സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും പഠിക്കുന്ന 7-8 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇതുമായിട്ടുള്ള കോച്ചിങ് സെൻറ്ററുകളിൽ പോയി അവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോച്ചിങ്ങിന് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് 7-8 ലക്ഷം രൂപ ഫീസും കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. അതിലെന്ത് മെറിറ്റപ്പ് ഉണ്ടാവാൻ പോണത്? അതേസമയം ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ കുട്ടികളില്ല. കാരണം കുട്ടികൾ മുഴുവനും 1.25 ലക്ഷമോ 1.5 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും നീറ്റ്, പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നീറ്റ്. ഇത് കഴിഞ്ഞ ശേഷം ഇവരോടെ ഓണമെന്നായിരിക്കാറുണ്ടോ? ഇവരെവിടെ പോവും? സയൻസ് സബ്ജക്റ്റൊക്കെ കുട്ടികളേ ഇല്ല. സയൻസ് കോഴ്സസ് എയ്ഡഡ് കോളേജസിൽ വരെ അടച്ചു തുടങ്ങി. ഇപ്പോൾ കുട്ടികളുള്ളതെന്ന് വെച്ചാൽ കുറച്ച് BComന് കുറേ കുട്ടികളുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം എല്ലാവരും എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസ്, അതങ്ങനെയാണ്. ഒരു കൊല്ലം IT, ഇപ്പം അടുത്ത കൊല്ലം മെക്കാനിക്കൽ, 3-ാമത്തെ കൊല്ലം മറ്റേ സിവിൽ, 4-ാമത്തെ കൊല്ലം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ യുഗമാണ്. അപ്പോൾ ഇത് വളരെ തീരെ ആരോഗ്യകരമല്ലാത്തൊരു രീതിയിലോട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റത്തിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. കാരണം ഇതൊരു സിസ്റ്റം ഒരുപാട് കാലത്തിൻ്റെ ഉള്ളിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളൊരു സിസ്റ്റമാണത്. അപ്പോൾ സിസ്റ്റം നന്നാക്കണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കും. മനസ്സിലായില്ലേ? ശിവൻകുട്ടി പറഞ്ഞതിനോട്. അതായത് രണ്ട് വിദ്യാഭ്യാസ മന്ത്രി തെറ്റിപ്പോണ്ടല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് 30 മാർക്ക് വേണം SLC പാസ്സാവാൻ റിട്ടൺ ടെസ്റ്റിൽ. അത് കറക്റ്റാണ്. കാരണം ഞങ്ങളെല്ലാം പാസ്സായി വരുമ്പോൾ 35 മാർക്ക് വേണം. 35 മാർക്ക് എല്ലാ സബ്ജക്റ്റിനും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും എഴുതുക. അപ്പോൾ ഇത്തവണ മാത്തമാറ്റിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ എല്ലാം കൂടെ എഴുതിയിട്ട് അടുത്ത തവണ ഇംഗ്ലീഷ് പോകും. അല്ല, അങ്ങനെ വേണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലേ? അങ്ങനെ പോയിരുന്നു. അതിൽ നിന്ന് ഇതിനെ 90. ഇതിപ്പോൾ സംശയം എന്താ പറയുമോ, വിദ്യാഭ്യാസ മന്ത്രിമാരാണോ ഈ 99% നേടുന്നത്? അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവർ അഭിനയിക്കുന്നത്. ഏത് എൻ്റെ കാലഘട്ടത്തിൽ 99.8 ആക്കി അത് എന്താ ആഘോഷിക്കുന്നത്? അതിപ്പോൾ ഇത്ര ഒരു ആഘോഷിക്കാനുണ്ടോ? ഇത്തരത്തിൽ മാർക്കറ്റ് കൊടുത്തിട്ടല്ലേ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ആരെയും കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളുണ്ടല്ലോ, അതിൽ ഞങ്ങളുടെ കോളേജസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അതിനോട് ഇതുണ്ട്, കാരണമുണ്ട്. കാരണം ഇത് ശരിയായിട്ടുള്ള നടപടിയല്ലാന്ന്. അപ്പോൾ ഇതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഇതിനോട് യോജിക്കുകയാണ്. 30 മാർക്ക് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അത് പ്രകാരം ഗവൺമെൻറ് അടുത്താണ് നടപ്പാക്കണം. അതിൽ ഇനി അധ്യാപക സംഘടനകൾ വെറുതെ പോയി ഇടപെടണ്ട, വിദ്യാർത്ഥി സംഘടനകളും പോയി ഇടപെടണ്ട. കാരണം 30 മാർക്ക് എന്ന് പറഞ്ഞാൽ 30 മാർക്ക് തന്നെയാണ്. കാരണം ഞാൻ മറ്റു പല സ്റ്റേറ്റും വിളിച്ച് ചോദിച്ചേ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരേ ഇതൊക്കെ കൊടുക്കുക അല്ലേ, എന്താണ് അത് രസമുണ്ട്. മാർക്ക് ദാനമല്ല, അത് അവരെ കുറേ കാര്യങ്ങൾ ഇത് രസമുണ്ട്. പല കാര്യം ഇവരെ ഏൽപ്പിക്കും. എന്താണ് അതിന് പറയുന്നത്, അസൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അസൈൻമെൻറ്റ് ഇവർ വീട്ടിലിരുന്ന് എഴുതുകയാണ്. പ്രോജക്റ്റ് അസൈൻമെൻറ്റ് ഇതൊക്കെ വീട്ടിലിരുന്ന് എഴുതുക, അല്ലെങ്കിൽ അധ്യാപകരുടെ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് അവരെഴുതി കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസം. പിന്നെ അതിൽ ഇനിയിപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയോ മലയാളം അറിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഇംഗ്ലീഷ് അറിയൂ. കാരണം ഹസ്സിന് ബസ് മിസ്സായി, അതുകൊണ്ടൊരു ഷോൾഡർ പെയിൻ എന്നാണ് എന്നോട് രോഗി പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളെവിടെ പഠിച്ച്? ഞാൻ ഉഗാണ്ടെ പഠിച്ചാന്നുകൊണ്ട്. കാരണം വെച്ചാൽ ഹസ്സിന് ബസ് മിസ്സായി, അതുകൊണ്ടൊരു ഷോൾഡർ പെയിൻ എന്നാണ് പറയുന്നത്. അപ്പം മലയാള ഭാഷ പോലും മര്യാദക്ക് പറയുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയുടെ എഴുത്തും വായനയും പറഞ്ഞല്ലോ നേരത്തെ. അത് ഭാഷ അറിയാത്തതിനെ കൊണ്ടല്ല, ഭാഷ മിക്സപ്പ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. സജി ചെറിയാൻ പറഞ്ഞത് എഴുത്തും വായന അറിയില്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഭാഷ മിക്സപ്പ് ചെയ്യുന്ന കൊണ്ട് ശുദ്ധമായിട്ടുള്ള ഭാഷ അതും സംസാരിക്കാനില്ല, ഇതും സംസാരിക്കാനില്ല. ഇനി കുറച്ച് ബംഗാളി ഹിന്ദിക്കാരും കൂടെ വന്നിട്ടുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഹിന്ദി വാക്കുകളും കൂടെ ചേർത്തിട്ട് ചില ഖത്തം ഹോഗയാന്നൊക്കെ പറയുമല്ലോ,
അതുമാതിരിയാണ് ഇന്നുള്ളത്. അടുത്ത വിഷയം ജാതി സെൻസസ്. ഈ ജാതി സെൻസസ് കേരള ഗവൺമെൻറ് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഈ ജാതി സെൻസസ് ആണ് ഇതിനൊക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം. കാരണം രണ്ട് വിഭാഗം ആൾക്കാർ, റിസർവേഷൻ അനുകൂലമുള്ളവരും എതിരുള്ളവരും രണ്ടും ഒരേമാതിരിയാണ് സംസാരിക്കുന്നത്. അതായത് റിസർവേഷൻ എതിരായിട്ടുള്ള ആൾക്കാർ പറയണത് എന്തിനാണ് ഇവർക്കൊക്കെ റിസർവേഷൻ, ഇവർ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് ഇവർ പറഞ്ഞത്. മറ്റൊരു പറയണം അങ്ങനെയൊന്നുമല്ല, ഗവൺമെൻറ് നിങ്ങൾ നോക്കിക്കോളൂ, കണക്ക് നോക്കിക്കോളൂ, അതിൽ പിന്നോക്ക ജാതിക്കാരാണ് കുറവുള്ളത്, മുന്നോക്ക ജാതി പറഞ്ഞത് എന്താവട്ടെ. അതിനാണ് ജാതി സെൻസസ് വിത്ത് സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇത് നോക്കണം, സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ളതും കൂടെ നോക്കണം സെൻസസിൽ. ബീഹാറിൽ ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. ബീഹാറിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ബീഹാറിൽ ചെയ്തിട്ടുള്ളത് വെറും ഒരു സെൻസസ് എടുക്കലല്ല, ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഏത് വെറും നമ്മൾ ഇപ്പോൾ സെൻസസ് എടുത്തിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അല്ലെങ്കിൽ അങ്ങനെയല്ല അവർ ചെയ്തിട്ടുള്ള. ബീഹാറിലൊക്കെ ചെയ്തിട്ടുള്ള പക്ക വീടുകൾ എത്രയുണ്ട്, എത്ര സ്ക്വയർ ഫുട്ട് വീടുകളുണ്ട്, എത്ര ഭൂമിയുണ്ട്, എത്ര ബിസിനസ്സസ് ഉണ്ട്, അതൊക്കെ കൂടെ അതെടുത്തോട്ടെ. അങ്ങനെ എടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഇതില്ല. പക്ഷെ അതിൽ NSS ചാടി കയറിയിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ജാതി സെൻസസ് വേണ്ടെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് മാത്രമല്ല, അത് BJP വരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബീഹാർ ഗവൺമെൻറ്, മനസ്സിലായില്ലേ, അല്ലെ ബീഹാറിൽ ഉള്ളപ്പോൾ അവർ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ JDU ബീഹാർ BJP ഗവൺമെൻറ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അത് അംഗീകരിച്ച ഒരു കാര്യമാണ്. അന്ന് തന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണ കാലത്ത് തന്നെ. അപ്പോൾ കേന്ദ്രത്തിലും ജാതി സെൻസസ് നടപ്പാക്കേണ്ടതായിട്ട് വരും, സ്റ്റേറ്റുകൾ നടപ്പാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുള്ളൂ. അപ്പോൾ NSSൻ്റെ പറഞ്ഞ മാറ്റത്തിന് അതിൻ്റെ അപ്പോൾ SNDP പറയണതിന് നമുക്ക് ഒരു ഇത് കിട്ടുമല്ലോ. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് തന്നെയാണ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സെൻസസ് പറയട്ടെ, മൂപ്പർ പറഞ്ഞാൽ പറ്റൂലല്ലോ, അതിൻ്റെ തെളിവ് കൊണ്ടിരട്ടെ, അതിൻ്റെ കണക്കെടുക്കട്ടെ. ഒരു കൂട്ടം ആൾക്കാർക്ക് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് കണക്കെടുക്കുക. കാരണം അതിലൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ചില ആൾക്കാർ ബിസിനസ്സിലായിരിക്കും ഉണ്ടാവുക, ചില ആൾക്കാരുടെ ഇനി മൂന്നാമത്തെ SNDP കഴിഞ്ഞ് NSS ഇനിയിപ്പോൾ നമ്മുടെ സമസ്തനെ പറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊന്നും അവർ കൈയിടണ്ട. അതിൽ കാര്യമില്ല. എന്താ കാര്യം എന്നറിയോ, ആ പെണ്ണുങ്ങളൊക്കെ ഉഷാറായിട്ട് MBBS-നും പഠിക്കുന്നു, അവർ യുക്രൈനിൽ പോയി പഠിക്കുന്നു, അവർ ജോർജിയയിൽ പോയി പഠിക്കുന്നു. നിങ്ങളതൊന്നും പറയുന്നിട്ട് അതൊക്കെ കാലഘട്ടമൊക്കെ മാറി. നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടൊന്നുമല്ല അവർ നടക്കുന്നത്. പിന്നെ മതസംഘടനകൾ പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമല്ല വോട്ടിന് പോണത് ആൾക്കാർ. ഞങ്ങൾ 5000 വിദ്യാർത്ഥികളുടെ ഒരു സെൻസസ് എടുത്തു, ഇതെടുത്തു ഒപ്പീനിയൻ പോൾ എടുത്തു. അതിൽ 4.5% ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മതസംഘടനകൾ അവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. അവർ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വോട്ട്, അത് പൊളിറ്റിക്കലാണ്. അത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കണത്. വലതുപക്ഷവും മടത്ത് മനസ്സിലാക്കണം, UDF-ഉം LDF-ഉം മനസ്സിലാക്കണം. വെറുതെ ഇവരുടെ അടുത്തൊന്നും പോയിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വോട്ടുണ്ട്. പിന്നെ ആലപ്പുഴയിലെ ചില നേതാക്കന്മാർ പറഞ്ഞ മാതിരി അവരുടെ വോട്ടും കൂടെ ഉണ്ട് എന്നൊന്നും പറയണ്ട. ആരുടെയും വോട്ട് ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ വോട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മലബാറിൽ മുസ്ലിം ലീഗിന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്ന് മതസംഘടനക്കാണോ വോട്ട്, രാഷ്ട്രീയ സംഘടനക്കാണോ വോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അത് മനസ്സിലായില്ല വോട്ട് എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ മതസംഘടനകൾ പിളർന്നിട്ടോ അല്ലെങ്കിൽ മതസംഘടനകൾ അങ്ങോട്ട് പോയിട്ടല്ല വോട്ടൊന്നും ഉണ്ടാകുന്നത്. വോട്ട് പൊളിറ്റിക്കലാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു, മനസ്സിലല്ലേ, അതിൻ്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നു, അവരെ തത്വസംഹിതയെ വിലയിരുത്തുന്നു ജനങ്ങൾ, എന്നിട്ട് അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും മതസംഘടന പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അരമനയിലെ പോക്കും മറ്റേ ഇവിടെ പോക്കൊന്നും വേണ്ട, ഞങ്ങളുടെ ഖബറിൽ പോക്കൊന്നും വേണ്ട. ഇതിൻ്റെ അതല്ല അത്. പിന്നെ എല്ലാ തവണ നമ്മളിങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നേരെ തിരിച്ചിട്ടില്ല വരണത്. ഇപ്പോൾ 2 പിണറായി ഇലക്ഷൻ വന്നു, 2 ലോക്സഭ ഇലക്ഷനും വന്നു. 2 ലോക്സഭയും UDF-ന് പോയി, 2 ഇതൊന്നും CPM-ന് അല്ല LDF-ന് പോയി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി കെട്ടിട്ടെടുത്തൊന്നുമല്ല വോട്ടെടുക്കുന്നത്. ജനങ്ങൾ ഇഷ്ടമുള്ളത് വോട്ട് ചെയ്യും. ജനം ചിലപ്പോൾ ഇങ്ങോട്ട് വോട്ട് ചെയ്യും, ചില അങ്ങോട്ട് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത്രയധികം ഭൂരിപക്ഷം വരുന്നു. ഒരേ തവണയും മാറുമ്പോൾ ഈ ഭൂരിപക്ഷത്രധികം മാറുന്ന എങ്ങനെയാണ്? അതേതെങ്കിലും മതസംഘടന പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയതോ അല്ലെങ്കിൽ ഒരു സംഘടന പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയതോ ഒന്നും അല്ലല്ലോ. അത് ജനം വിലയിരുത്തുന്നു, ഇഷ്യൂസിനെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നു. അത് ജനം വിലയിരുത്തുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അത് പൊളിറ്റിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ മതസംഘടനകൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതാണ് അവർക്ക് ഭൂഷണം. അപ്പോൾ എന്ത് പറ്റുന്നതില്ലെങ്കിൽ അവരിടപെട്ടാൽ പിന്നെ ബാക്കി എല്ലാവരും ഇടപെടാൻ തുടങ്ങും. അത് പിന്നീട് നേരത്തെ പറഞ്ഞ മാതിരി വേണ്ടാത്ത ചില പ്രവണതകളിലോട്ട് കടന്നു ചെല്ലും. അങ്ങനെയാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഇത്ര വോട്ട് അങ്ങോട്ട് പോയി, അത്ര വോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് പൊന്നാണിയിലാണെന്ന് അറിയാലോ. മനസ്സിലായോ?
നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചിരുന്നത്? അതല്ലല്ലോ അവിടെ നടന്നത്. അന്നത്തെ നമ്മുടെ മീഡിയയിലൊക്കെ നടന്നിരുന്ന റിപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? ഇന്ന രീതിയിൽ വരണ കാരണം ഇത്ര വോട്ട് കിട്ടും. ഒരു രീതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ആലപ്പുഴയിൽ നമ്മുടെ പൊന്നാനിയിൽ മൂപ്പരുടെ ഇലക്ഷനായാലും സമദാനിയുടെ ഇലക്ഷനായാലും അവിടെ മണ്ണാർക്കാട് ഷംസുദ്ദീൻ്റെ ഇലക്ഷനായാലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അതോ ആലപ്പുഴയിൽ വേണുവിൻ്റെ ഇലക്ഷനായാലും ഒന്നും ഒരു മതസംഘടന പറഞ്ഞിട്ടും അല്ല ആ ഇലക്ഷനിലുള്ള തീരുമാനമായിട്ടുള്ളത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരെന്നിടപെടാൻ നോക്കിയിട്ടുണ്ടോ മതസംഘടനകൾ? കറക്റ്റ് തെളിവല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതസംഘടനകൾ അതുകൊണ്ട് അവർ അതിലിടപെടാതിരിക്കുക. ബാക്കിയുള്ള ഇപ്പോൾ ഞങ്ങളൊന്നും അതിലൊന്നും പോയി ഇടപെടുന്നില്ല. ഇത്രയാണ്. പിന്നെ വിദേശ ഒരു കാര്യം കൂടെ വിദേശ ഇപ്പോൾ വലുതായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അവർ തന്നെ വിദേശ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും ഞാൻ കാണില്ല. അവർക്ക് പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കണം. അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണോ, റെക്കഗ്നേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആണോ? അവർ തിരിച്ചു വരുമ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ ഉണ്ടാവാൻ പോകുന്നത്? ആ ഡിഗ്രി ഇവിടെ റെക്കഗ്നൈസ്ഡ് ആവുമോ? അതിന് പിന്നീട് എത്ര കാലം പോയതിനാ നിങ്ങൾക്കറിയാലോ. യുക്രൈനിൽ പോയ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ കുറച്ച് പേര് സഹായിച്ചവരെ നിങ്ങൾ അയച്ചോളൂ എന്ന് പറഞ്ഞു കുട്ടികൾ. അതുകൊണ്ട് കുറച്ച് കുട്ടികൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ യുക്രൈനിൽ നിന്ന് പാസ്സായവരൊക്കെ നിൽക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കോടതി പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ ഈ കുട്ടികൾ പോവുകയാണെങ്കിൽ യാതൊരു ഐഡിയ ഇല്ലാതെ ഇപ്പോൾ എന്താ നമ്മൾ പറയുക, പല രീതിയിലും പബ്ലിസിറ്റി പോകുന്നുണ്ട് ഈ സ്ഥലത്തൊക്കെ പോകാനായിട്ടുള്ള. അത് ഞാൻ ആ രീതികളെ പറ്റി ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? ചിലതിലൊക്കെ നല്ലൊരു ഈമാനുള്ള രീതിയിലും പോകുന്നുണ്ട് ആൾക്കാർ, അല്ലാത്ത ഈമാനം ഇല്ലാത്ത രീതിയിലും പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ പോയിട്ട് ഇത് ഏത് ഡിഗ്രിയാണ്, ഇതിന് എന്താണ് റെക്കഗ്നേഷൻ? അത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഞാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ എന്താണ് പറയുക, മറ്റേ കമ്മിറ്റി ഉണ്ട്, എന്താണ് പറയുക, ഇത് ചെയ്യുന്ന കമ്മിറ്റി, എന്താണ് ഈക്വലൻസ് കമ്മിറ്റി എന്ന് പറയുക. ഈക്വലൻസ് എന്നാണ് അതിനെ പറയുക. ഈക്വലൻസ് കമ്മിറ്റി വളരെ സ്ട്രോങ് ആയിരുന്നു അവിടുത്തെ ഡിഗ്രികളെ പറ്റിയിട്ട്. ആ ഡിഗ്രികൾ എത്ര, അതനുസരിച്ചിട്ടാണ് നമ്മുടെ മറ്റേ ഫോറിൻ ഗ്രാജുവേറ്റ് എക്സാം വന്നു. പിന്നെ ഫോറിൻ ഗ്രാജുവേറ്റ്സ് ഇത്ര കൊല്ലം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് വന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്നുമില്ലാതെ കിർഗിസ്ഥാനിലോട്ടും ഉസ്ബെക്കിസ്ഥാനിലോട്ടും, ഈ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പ്രിമിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട്, ഞാൻ ഒരു ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാണ്. ഇപ്പം മെയിൻലി ഇതിൻ്റെ കച്ചവടം നടക്കുന്നത് പഴയ USSRൻ്റെ ഭാഗങ്ങളിലാണ്. അറിയാലോ, ജോർജിയ, യുക്രൈൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അവിടെ ഒന്നും ഈ മെഡിക്കൽ എഡ്യൂക്കേഷനൊന്നും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. മറ്റതൊക്കെ അവരുടെ ഇപ്പോൾ ഈ അമേരിക്കയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മളായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ബ്രിട്ടനിലെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. മനസ്സിലായി? ഇത് ഒരു സ്റ്റാൻഡേർഡൈസേഷനും ഇല്ലാത്തടത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞു വിടുക. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് അതിനൊരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട്, നമ്മുടെ ഗവൺമെൻറ് എന്നല്ല, കേന്ദ്ര ഗവൺമെൻറ് അത് വെച്ചിട്ട് ഈക്വലൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പത്രത്തിൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകളും നമ്മൾ കാണുന്ന എന്താ പറയുക ബോർഡുകളും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞാൽ അവസാനം ആ പ്രദേശമൊക്കെ എപ്പോഴും നമുക്കറിയാലോ. തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ അല്ലെങ്കിൽ ജോർജിയ, യുക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു യുദ്ധം പൊട്ടി പുറപ്പെടാൻ സ്ഥലമുള്ള ഏരിയാസാണ്. അത് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ആ ഏരിയകളിലോട്ടാണ് കുട്ടികളെ അയക്കുന്നത്. അപ്പോൾ അതും ഗവൺമെൻറ് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് വേറൊന്നും കൂടെ പറയാനുള്ളത്. നമ്മുടെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ 35 എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി. ആർട്സ് കോളേജ് ഇന്നലെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഓൺലി ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രം 14 കോളേജ് പൂട്ടിയെന്ന്. അപ്പോൾ ഏകദേശം 50-60 കോളേജുകൾ പൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് മേലാൽ കോളേജുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. അതേമാതിരി തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ വരുമ്പോൾ അതൊക്കെ നടത്തി പരിചയമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് മാത്രമല്ല, അവിടുത്തെ സംവരണം, നമ്മുടെ എന്താണ് പറയുക, ന്യൂനപക്ഷ പദവി, ഈ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്യണം. ഫീസിൻ്റെ കാര്യം ഇത് സോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സ്വയാശ്രയിലുണ്ടായ ദുരന്തം തന്നെ സംഭവിക്കും. സ്വയാശ്രയ രംഗത്ത് നമുക്കൊരു ദുരന്തം ഉണ്ടായി. അവസാനം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയും പഠിച്ചില്ല, ഇപ്പോൾ പഠിക്കുന്നുമില്ല. അതേ ദുരന്തം തന്നെയല്ലേ എവിടെയും വരാൻ പോണത്. അപ്പോൾ അതും കൂടെ പഠിച്ച് എല്ലാവരുമായിട്ട് ചർച്ചയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. നിങ്ങൾ ബാക്കിയൊക്കെ എഴുതി തന്നിട്ടുള്ളത്. പിന്നെ 4-ാം കൊല്ലം വരെയാണ് ഇതൊക്കെ. അത് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ 4 ഇയേഴ്സാണ്. അതിനെ പറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഏറ്റവും വേഗം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് വേറെ വലിയൊരു പ്രശ്നമായിട്ട് വരും. കാരണം ഇതെന്താണ് 4th ഇയറിൽ വരാൻ പോണത്. പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തീരുമാനം, 1 ഇയറിൽ പുറത്തിറങ്ങിപ്പോയാൽ എന്ത്, തിരിച്ചു വന്നാൽ എന്ത്, അത് ഡിസിപ്ലിൻ എങ്ങനെ ബാധിക്കും,
ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതിപ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അത് പിന്നെ വേറെ വലിയൊരു വിഷയമാണ്. ഇത്രയുള്ളൂ. അപ്പോൾ +2 സീറ്റുകളുടെ +2 സീറ്റിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നം ഉണ്ടാവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ +2 സീറ്റ് ഇപ്പോൾ കുറവുണ്ട്. പക്ഷേ ഇപ്പം നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 സീറ്റിൽ നമ്മൾ അധ്യാപകരെ അപ്പോയിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്, എയ്ഡഡ് ആണ് കൂടുതൽ സ്ഥാപനങ്ങളുള്ളത്. അവിടെ അധ്യാപകരെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരികയാണ്. അതായത് ക്രിസ്ത്യൻ മേഖലയിൽ 1.9-ഉം ഹിന്ദു ഏരിയയിൽ 2.2-ഉം മുസ്ലിം ഏരിയയിൽ 2.3 2.4 ആണ്. അത് താഴത്തോട് നേരെ കുത്തനെ കുറഞ്ഞു വരുമ്പോൾ ഡിവിഷൻ ഫോളോ വരും. അപ്പോൾ ഈ അധ്യാപകരെ റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക ബാച്ചുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ബാച്ചുകൾ എടുത്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഇതിലോട്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പോകുന്നില്ല. അതിൽ തീർച്ചയായിട്ടും +2 നമ്മൾ സീറ്റുകൾ കൊടുക്കേണ്ടതാണ്. എവിടെയാണ് കുറവെന്നുള്ള കൊടുക്കേണ്ടതാണ്. മറ്റ് സ്ഥലങ്ങളിൽ കാലി MESന് അവിടെയുണ്ട് സ്കൂള്, സൗത്ത് കേരള ഇടുക്കിയിലൊക്കെ ഉണ്ട്. അവിടെ കുട്ടികളില്ല, ഇവിടെ കുട്ടികൾക്ക് സീറ്റില്ല. അപ്പോൾ അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. അതിൽ അപ്പുറത്ത് സീറ്റുണ്ട്, ഇപ്പുറത്ത്. ഇതിലൊരു പ്രശ്നം എന്താ പറയുമോ, നമുക്ക് പറയുമ്പോൾ വേണമെച്ചാൽ എങ്ങനെ പറയാം, ആ സീറ്റില്ലേ, ഈ സീറ്റില്ലേ, മറ്റേ സീറ്റില്ല. പക്ഷേ ഇവരൊക്കെ ആയിരിക്കും അതിന് വേണ്ട. കുട്ടികൾക്കൊക്കെ വേണ്ട സയൻസ് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ BCom മാതിരിയുള്ള സബ്ജക്റ്റാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അവർക്ക് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ITC പോയി പഠിച്ചോ, നിങ്ങൾ ITI പോയി പഠിച്ചോ, അത് കറക്റ്റാണ്, തെറ്റില്ല പറഞ്ഞേൽ. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന സംവിധാനം SSLCയിൽ എല്ലാവരും പാസ്സാവുന്ന സംവിധാനമാണ്. SSLCയിൽ ഇത്രയധികം ആൾക്കാരെ പാസ്സാക്കിയത് കൊണ്ടാണ് ഈ ക്രൈസിസ് വന്നത്. SLCക്ക് 99% പേരെ പാസ്സാക്കി. ഇപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടണമെന്ന് അവർ പറയുന്നത്. അതെ. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം ഒട്ടും ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റം അല്ല ഗ്രേഡിംഗ് സിസ്റ്റം. കാരണം 90 മാർക്കും 100-ൻ്റെ ഇടയിൽ ആണ് മാർക്ക് ഒറ്റ ഗ്രേഡ് വരുന്നത്. ആ ഗ്രേഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ മെറിറ്റ് എങ്ങനെ പോവും? മറ്റേ 100 മാർക്ക് കിട്ടിയോൺ ടോപ്പ് റാങ്ക്, 99 98 ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ മാർക്ക് തിരിച്ചുകൊണ്ടിരണം എന്നാണ്. അതിപ്പോൾ ഏതായാലും 30 മറ്റേ ഇത് വന്നല്ലോ, അതിൽ തിരിച്ചു വരണം ആ മാർക്ക്. അല്ലാതെ ഈ ഗ്രേഡ് ഇട്ടിട്ട് പോക്ക് ശരിയല്ല. കാരണം 75,000 പേർക്കാണ് A+ കിട്ടിയിരിക്കുന്നത്, 75,000 പേർക്ക് A+. അപ്പോൾ നമ്മുടെ രാജൻ ഗുരുക്കൾ പറഞ്ഞ മാതിരി മണ്ണുണ്ണികളല്ല, അതിബുദ്ധിമാന്മാരാണ് ഇവരൊക്കെ എന്നുള്ളതാണല്ലോ കാണിക്കുന്നത്. ഞാൻ തമാശ രൂപേണ പറഞ്ഞാണത്. അതായത് ഇവരെല്ലാവരും അങ്ങോട്ട് പാസ്സാക്കി വിടുകയാണ്. അപ്പോൾ അതിനും കുഴപ്പമില്ല. അപ്പോൾ കാര്യമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തൊരു പൊളിച്ചെഴുത്ത് വന്ന് ഇതെല്ലാം പഠിച്ചിരുന്ന് ഇതിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നോക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പാസ്സാവണം. SSLCക്ക് 30 മാർക്ക്, അവിടെ 35 മുമ്പ് 30 മാർക്കെങ്കിലുണ്ട്. 5 മാർക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നമ്മൾ കൊടുക്കുക, കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനത്തിന്. അതിലപ്പുറത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഏത് അധ്യാപകൻ എല്ലാവർക്കും 150 കുട്ടികളിനെ 50 പേർക്കും ഈ 19 ഔട്ട് ഓഫ് 20 എഴുതി കൊടുക്കില്ല? അതല്ലേ പ്രശ്നം. അതിനെ എവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സമ്മതിച്ച് അതിന് കേക്ക് നിങ്ങൾ ഇവാലുവേറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ MES എന്ന് പറഞ്ഞതാ, നാളെ ഞാൻ NSSനെ പറഞ്ഞെന്ന് പറയുന്നത്. എല്ലാ സ്കൂളിലും നടക്കണം എന്താ വെച്ചാൽ അധ്യാപകർ അല്ലെങ്കിൽ ശല്യവും 19 20 അത് 19 മാർക്ക് 20 ഇട്ട് കൊടുക്കുക. അത് മോണിറ്ററിങ് സിസ്റ്റം വേണ്ടേ? ആ പേപ്പറുകൾ ഇവാലുവേറ്റ് ചെയ്താൽ പോരെ? അല്ല, കുട്ടികളല്ലേ നമ്മൾ പറഞ്ഞു. ഞാൻ സർക്കാർ അധ്യാപകരും മാറണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലല്ലേ? ഇങ്ങനെ എവാലുവേറ്റ് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞല്ലോ, എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. 19 ഔട്ട് ഓഫ് 20 19 ഔട്ട് ഓഫ് 20 സിസ്റ്റത്തിൽ മാറ്റം വേണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അല്ല, സിസ്റ്റം പഴയ സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ടാണ് മറ്റേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ 30 മാർക്ക് വേണമെന്നുള്ളത്. 30 മാർക്ക് അല്ലെങ്കിൽ എല്ലാ പരീക്ഷയും എഴുതിയിട്ട് തന്നെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. MBBS കഴിഞ്ഞിട്ട് മുകളിലെ ഡിഗ്രി MD കഴിഞ്ഞിട്ടുള്ള മുകളിലെ ഡിഗ്രി DM ഞങ്ങൾക്കൊക്കെ ഉള്ള DM ഡിഗ്രി എഴുത്ത് പരീക്ഷയാണ്. പ്രാക്ടിക്കൽ പരീക്ഷ വേറെ ഉണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായിട്ടില്ലെങ്കിൽ തോറ്റ തന്നെ. യൂണിവേഴ്സിറ്റിയുടെ റിട്ടേൺ എക്സാമിനേഷൻ പാസ്സാവണം. എന്നാൽ പിന്നെ ഏറ്റവും എളുപ്പമല്ലേ, ഇതിനെക്കാട്ടും നല്ലത് ക്ലിനിക്കൽ മാത്രം വെക്കാന്ന് പറഞ്ഞാൽ. ക്ലിനിക്കൽ മാത്രം വെച്ചാൽ അധ്യാപകർ അവർക്ക് ഇഷ്ടമുള്ളവർ പാസ്സാക്കും.
നമുക്ക് ഈ മൾട്ടി ഇന്റലിജൻസിന്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ സോഴ്സ്, ഇൻഫോർമൽ സോഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോ മൊബൈലും ടെക്നോളജിയിലും കുട്ടികൾ നന്നായിട്ട് സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ജയിക്കുന്നത് മണ്ണുമീൽ എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് അസസ്മെന്റ് ആണ്. അല്ല, ഞാൻ മൂപ്പർ അനുകൂലിച്ച് പറഞ്ഞല്ലേ, പറഞ്ഞ വാക്ക് പറഞ്ഞ. അല്ല, എന്നാലും പക്ഷെ ഞാനൊരു വാദം പറയാം. അവരത്ര ഞങ്ങളെക്കാട്ടും മുകളിലാണെന്നും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളും അവരും ഒക്കെ ഈക്വൽ തന്നെ. അല്ല പേരക്കുട്ടി ഞങ്ങളും ഈക്വൽ തന്നെ. കേക്ക്, എൻ്റെ അച്ഛൻ MRCP ഉള്ള ആൾ, ഞാൻ DM ഡിഗ്രി ഉള്ള ആൾ, എൻ്റെ മക്കളെ MD ഡിഗ്രി ഉള്ള ആൾ, അതിൻ്റെ താഴത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അസസ്മെന്റ് ഈസി ആണല്ലോ. അങ്ങനെ ഒരു തലമുറയുടെ മുകളിൽ വേറെ തലമുറ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തലമുറ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എക്സാമിനേഷൻ രീതിയെ പറഞ്ഞിട്ടുള്ളൂ. ആ തലമുറ വളരെ വളരെ ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ മാർക്കിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾ അത് പ്രോപ്പർലി അസസ് ചെയ്യൂ. അത് ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് മറ്റേ നടക്കൂ. കാരണം ഒരിക്കലും, ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ ചോദ്യം ചോദിക്കുക, എത്ര ശതമാനം സ്കൂളുകൾ ഇവിടെ പ്രൈവറ്റാണ്? സിമ്പിൾ. അവിടെയുള്ള പ്രശ്നം. ആ പ്രൈവറ്റ് സ്കൂളുകളിൽ ഗവൺമെൻറ്റിൽ ഇട്ട് കൊടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈവറ്റ് സ്കൂളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മോണിറ്ററിംഗ് ആണ് അവിടെ നടക്കുക? ഒരു മോണിറ്ററിംഗ് അവിടെ നടക്കില്ല. അപ്പോൾ അവരിട്ട് കൊടുക്കും മാർക്ക്. കാരണം ഈ സ്കൂളിൽ പോയിട്ടെങ്കിൽ വേഗം പാസ്സാവുക. അപ്പോൾ അതിൻ്റെ സെൻട്രൽ മോണിറ്ററിംഗ് വേണം. ആ സെൻട്രൽ മോണിറ്ററിംഗ് ആണ് ഗവൺമെൻറ് നടത്തേണ്ടത്. അത് നടത്തുന്നില്ലല്ലോ ഗവൺമെൻറ്. വേണ്ട, നമുക്കൊരു കോംപ്രമൈസിലെത്താം. അവർ ജീനിയസസ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ മണ്ണുണ്ണി അപ്പുറത്തും ജീനിയസ് ഇപ്പുറത്തും ആക്കണ്ട. നമ്മളെല്ലാം ഒരേ മാതിരിയാന്നിരിക്കട്ടെ. എല്ലാ തലമുറകളും ഒരേമാതിരി തന്നെ ഇരിക്കും. ഒരു തർക്കമൊന്നും വേണ്ട. അതിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കൊണ്ട് ഒരു തലമുറ മറ്റു തലമുറയുടെ മുകളിൽ നിൽക്കുന്നു. ടെക്നോളജി വേറെ ആരോ കൊണ്ടുവന്നതാണ്. മനസ്സിലല്ലേ? ഇവിടെ ഇരിക്കുന്ന ചങ്ങായി കൊണ്ടുവന്നല്ല, വേറൊരാൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ വളരെ ഭയങ്കര ഡയഗ്നോസിസ് നടത്തുന്നു. MRI സ്കാനുള്ളതിനെ കൊണ്ട്. ഞങ്ങളുടെ അച്ഛൻ അത്ര ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. MRI ഇല്ല. അപ്പോൾ അച്ഛൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഡയഗ്നോസ്, വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതിനെ കൊണ്ട്. അപ്പോൾ അച്ഛൻ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ ഡയഗ്നോസ് ചെയ്ത്. ഞാൻ മെഡിസിനെ മാത്രം എനിക്ക് അറിയാനെ കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പോയിന്റ് ഇത്രേ ഉള്ളൂ. അതിൽ ഒരു തർക്കത്തിന് ഏർപ്പെടാനല്ല. ഗവൺമെൻറ്റിൻ്റെ സംവിധാനം വേണം. ഗവൺമെൻറ് ഈ അസസ്മെൻറ്റിൽ എങ്ങനെ വന്നോട്ടെ, 30 കൊടുക്കലോ 20 കൊടുക്കലോ, ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഇതിൻ്റെ അകത്ത് ഇല്ലാതെ സ്കൂളിൽ അധ്യാപകർക്ക് അസസ്മെൻറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് 20 മാർക്സ് അങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇവിടെ കിട്ടിയില്ലോ. ഞാൻ എൻ്റെ അടുത്ത് സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഒരു 2000 കുട്ടികൾ പഠിച്ചിട്ടുള്ളതിൽ എല്ലാവർക്കും ഒരേ മാർക്ക്. ഇന്ന് രാവിലെ അടുപ്പിച്ചല്ലേ, എല്ലാവർക്കും ഒരേ മാർക്ക്. അതെന്താ പ്രശ്നം എന്നറിയോ? അധ്യാപകരുടെ മുകളിൽ പ്രഷർ വരുന്നു. അപ്പോൾ പേരൻസ് വരും, അതെന്താ ഇട്ട് കൊടുക്കാഞ്ഞ്? ഇത് ഇട്ട് കൊടുക്കുകയല്ലേ വെറുതെ. അതെന്താ ഇട്ട് കൊടുക്കാത്തത്? ആ കുട്ടിക്ക് എന്താ കിട്ടാഞ്ഞ്? ഈ കുട്ടിക്ക് എന്താ കിട്ടാഞ്ഞ്? അപ്പോൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. ഈ തലവേദന വേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുകയല്ലേ. നമ്മൾ എന്തൊക്കെ വഴിയിലൂടെ വന്ന് ആദ്യം നമ്പർ ഇട്, പിന്നെ ഫോൾസ് നമ്പർ ഇട്ട്, പിന്നെ വേറെ യൂണിവേഴ്സിറ്റിക്ക് അയച്ച് വാല്യുവേഷൻ. ഓർമ്മയില്ലേ? യൂണിവേഴ്സിറ്റി മാറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കേസിലൊക്കെ DM-ൽ ഞങ്ങൾ ഔട്ട്സൈഡാ പോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ എക്സാമിനേഴ്സ് ഇല്ല. കേരളത്തിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യില്ല. ഞങ്ങളുടെ എക്സാമിനേഴ്സ് പുറത്തുനിന്ന് വരണം. അപ്പോൾ എന്തോന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് പിന്നെ മറ്റേ 2 ഗ്രൂപ്പും കൂടെ തമ്മിൽ മുട്ടിക്കളരെ കൊണ്ട് അത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ എവിടെ? യൂറോപ്പിലെ മെഡിക്കൽ എഡ്യൂക്കേഷനാ? നോ. അമേരിക്കൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ശരി, ഞാൻ അംഗീകരിച്ചു. അല്ല, എല്ലാ എഡ്യൂക്കേഷനും യൂറോപ്പിൻ്റെ ഡിഗ്രികൾ, യൂറോപ്യൻ ഡിഗ്രികൾ, ഞാൻ യൂറോപ്യൻ എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡിങ് ഗ്രേറ്റ് ബ്രിട്ടൻ, മനസ്സിലായില്ലേ? ബ്രിട്ടീഷ് ഡിഗ്രി അല്ലാതെ നിങ്ങളിവിടെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ടുണ്ടോ വേറൊരു ഡിഗ്രി ആയിട്ട് വന്നിട്ട് ഇവിടെ വലിയതായത്? ഒന്നല്ലെങ്കിൽ അമേരിക്കൻ ഡിഗ്രി അറിയാലോ, ഇവിടെ ബ്രിട്ടൻ്റെ MRCP FRCS, അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഗ്രി. മറ്റൊരു എന്താ പറയുക, അത് വേറെ എന്തൊക്കെ സിസ്റ്റമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ സിസ്റ്റം തന്നെ വേറെ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സിസ്റ്റം ഒന്നാവണ്ടേ? ഈവൻ അലോപ്പതിയിൽ തന്നെ സിസ്റ്റങ്ങളിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. മരുന്നുകളുടെ കാര്യത്തിൽ ചില ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു മരുന്ന് വന്നെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മുടെ ബോർഡുണ്ട്, മനസ്സിലായില്ലേ? ഫാർമസ്യൂട്ടിക്കൽ ഇതുണ്ട്, ഇവിടെ ഉണ്ട്, FDA ഉണ്ട് അവിടെ അമേരിക്കയിൽ. അവർ റെക്കഗ്നൈസ് ചെയ്താലേ ഈ മരുന്ന് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ള നമ്മളെ വളരെ കറക്റ്റ് സിസ്റ്റമാണ്. ഇവിടെ കിട്ടാത്തതിനെ കൊണ്ട്, ഇവിടെ കിട്ടാത്ത ഏതെങ്കിലും കുട്ടി അവിടെ പോയിട്ടുണ്ട്, അത് പറയാം. അല്ല, ഇവിടെ കിട്ടിയ ഏതെങ്കിലും ഒരു കുട്ടി അവിടെ പോയി പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ. എവിടെ പമ്പിച്ച പരാജയമാണ്
കുട്ടികൾ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ആ പരാജയത്തെ നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജായിട്ടോ RECകളായിട്ടോ ഒന്ന് കമ്പയർ ചെയ്യരുത്. അതൊക്കെ ഭയങ്കര ഉഷാറായിട്ട് തന്നെ പോകുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം, തൃശ്ശൂരൊക്കെ ഭയങ്കര ഗംഭീരം. അത് ആ സമയത്ത് മറ്റേ കോഴിക്കോട് കടപ്പുറത്ത് മറ്റേ എന്താണ് മാങ്ങ ചെത്തി കൊടുക്കുന്ന മാതിരി എല്ലാവർക്കും NOC എഴുതി കൊടുത്തിട്ട് എന്തായാലേ പറഞ്ഞവന് പോകണം. അത്ര വില ഉള്ളൂ ഇതിന് NOCക്ക്. ആ NOC കിട്ടിയിട്ട് 150 മുതലാളിമാർ അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. അണ്ടി കമ്പനി എഞ്ചിനീയർ മറ്റേതായി അറിയാലോ, അറിയാലോ ഓരോ. ആ അണ്ടി കമ്പനികളൊക്കെ പൂട്ടിയാത്രേ ഉള്ളൂ. അത് നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കും, ബാക്കിയുള്ളവർ പൂട്ടേണ്ടി വരും. MESന്റെ റിസൾട്ട് കുഴപ്പമില്ല. MESന് വലിയ പരിക്ക് പറ്റിയിട്ടില്ല. പരിക്ക് പറ്റിയിട്ടില്ല. ഏതാ അതെ ഞാനൊരു അഭിപ്രായം പറയാം. ഇപ്പം നമുക്കിവിടെ കൊണ്ടോട്ടി പഠിക്കണോ, എൻ്റെ മോനോട് ചോദിക്കണോ കൊണ്ടോട്ടിയിൽ BA പഠിക്കണോ അതോ നമുക്ക് സ്കോട്ട്ലൻഡിൽ പഠിക്കണോ? ഞാൻ സ്കോട്ട്ലൻഡിൽ പോയി പഠിച്ചോളാം എന്ന് പറയുക. അതാണ് ഇത്. അതിലപ്പുറത്തോട്ടൊന്നുമില്ല. ഏതാ? ആ അല്ല, മൊത്തം സിനാരിയോ ഒക്കെ മാറും. പക്ഷേ ഇപ്പോൾ നമ്മുടെ തർക്കം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല അതിന് ഞാൻ നിങ്ങൾ കുറച്ചതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളെല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എൻ്റെ മകൻ ലണ്ടനിൽ പഠിച്ചു, മനസ്സിലായില്ലേ? ഏത് ആർട്സ് ആൻഡ് സയൻസിന് പഠിച്ചു. അപ്പോൾ എനിക്ക് അറിയാലോ, ഞാനിവിടെ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച, എൻ്റെ മകൻ ലണ്ടനിൽ പഠിച്ചതാണ്, ഞാനിവിടെ കാലിക്കറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ ഞാനിത് നല്ലോണം ശരിക്കും പഠിച്ചു വെച്ചാൽ നമ്മുടെ MESന് മറ്റേ കോളേജസും ഉണ്ട്, എന്താ പറയുക, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, എയ്ഡഡ് കോളേജ് ഉണ്ട്. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ട്. പിടിയിട്ടില്ലേ? ഇപ്പം MESൻ്റെ മമ്പാട് കോളേജ് ഒരു എക്സാമ്പിൾ എടുക്കുക. 80% മെറിറ്റിലല്ലേ സ്റ്റുഡൻറ്റിന് അഡ്മിറ്റ് ചെയ്യുന്നത്. ഏകജാലകത്തിലൂടെ 80% മെറിറ്റിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ടോപ്പ് മോസ്റ്റ് മെറിറ്റ് ഫറൂഖ് കോളേജ്, MES കോളേജ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളേജുകൾ മുഴുവനും, മനസ്സിലായില്ലേ, എയ്ഡഡിലുള്ള എല്ലാ കോളേജസും. അപ്പോൾ ഇവിടുത്തെ മെറിറ്റ് അത് നോക്കിയിട്ടൊന്നുമല്ല അവരവിടെ പോകുന്നത്. അവരവിടെ പോവുകയാണെങ്കിൽ ഹാർവേഡിലോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡിലോ യെയിലിലോ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കുക. അവിടെ അല്ലല്ലോ കിട്ടുന്നത്. അവിടെയൊക്കെ അവർ ആ ടെസ്റ്റുകൾ എത്ര ടെസ്റ്റ് പാസ്സാകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ. ഇംഗ്ലീഷ് ലാംഗ്വേജ്, പ്ലാബ്, ഇതൊക്കെ പാസ്സായിട്ട് പോകണം. അതല്ലല്ലോ ഇത്. അങ്ങനെ പോണ കുട്ടികളുണ്ട്, അതല്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ യൂഗോസ്ലാവിയയിലും ചെക്കോസ്ലാവാക്കിയയിലും സ്ലൊവേനിയയിലൊക്കെ പഠിച്ചപ്പോൾ വേൾഡ് കപ്പിന് ഒരു കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാത്ത കുറേ ടീമുണ്ട്. സ്ലൊവേനിയ, സ്ലൊവാക്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ സ്ഥലത്താണ് പഠിക്കാൻ വിടുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്കത് സ്വീകാര്യമായിട്ടുള്ള കാര്യമില്ല. അത് തീരെ അതാ പറഞ്ഞു, ഈക്വലൻസ് വേണ്ടേ. ഏതാ ഉണ്ട് കമ്മിറ്റി. പക്ഷേ NMC വന്നപ്പോൾ കുറേ ചേഞ്ചസ് വരുത്തിയല്ലോ. എനിക്ക് കറക്റ്റായിട്ട് അറിയണം. അവർ 3 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തു, പല സബ്ജക്റ്റുകളായിട്ടൊക്കെ കൊടുത്തു. അവർ കുറച്ചും കൂടി ലിബറലായിട്ടാണ് കൊടുക്കണം. അവർ കുറച്ചും കൂടെ ലിബറൽ. അത് നോർത്ത് ഇന്ത്യൻ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇതില്ലല്ലോ. ആ അല്ല, വെള്ളാപ്പള്ളി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവർ വേറെ വല്ലത്തില് ഈ വെള്ളാപ്പള്ളി നടേശന് എന്താ എപ്പോഴാണ് പറയാമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. മൂപ്പര് പല ഘട്ടത്തിലും പലതും പറയാറുണ്ട്. ഒരു ഘട്ടത്തിൽ മൂപ്പരൊന്ന് പറയും, മനസ്സിലായില്ലേ? വേറെ ഘട്ടത്തിൽ മൂപ്പര് വേറെ ഒന്ന് പറയാം. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മൂപ്പർ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് പറയും, വേറെ ഘട്ടത്തിൽ നായന്മാർക്കെതിരായിട്ട് പറയും, വേറെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയും. അപ്പോൾ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ മൂപ്പർ LDFന് അനുകൂലമായിട്ട് പറയും, ഒരു ഘട്ടത്തിൽ മൂപ്പർ UDFന്. പിന്നെ നിങ്ങൾ വലിയ കാര്യത്തിൽ പോകണതിന് കാരണം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. മൂപ്പര ഭാഷയും അതൊക്കെ കേട്ടിരിക്കാൻ രസമുള്ളതുകൊണ്ട് മീഡിയയൊക്കെ അവിടെ പോകും. എന്തെങ്കിലും ന്യൂസ് കിട്ടാനുണ്ടെന്നുള്ള പറയും, മൂപ്പർ ഒന്ന് തട്ടിവിടും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിലപ്പുറത്തോട്ട് അതൊന്നുമില്ല. അല്ലാതെ പുള്ളി ഇപ്പോൾ ഒരു ഹിന്ദുത്വയുടെ നായകനായിട്ട് ഇവിടെ വരാൻ പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, അതിങ്ങനെ പറയണം മൂപ്പർ. പക്ഷേ ഈ വേറെ കാര്യം കൂടെ പറയാം. ഈ നവോത്ഥാന മുന്നണി ഇതായിട്ട് ഞങ്ങൾ ഒരിക്കലും സഹകരിച്ചിട്ടില്ല. ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല. എന്താണ് നവോത്ഥാന മുന്നണി എന്നല്ല അതിൻ്റെ പേര്, സമിതി, നവോത്ഥാന സമിതി. പിന്നെ പുന്നലായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുന്നല പറഞ്ഞ് പുന്നലയും പോണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അന്നോട്ടേ പോകാറില്ല. കാരണം ഈ മൂപ്പരുള്ളതിനെ കൊണ്ട് അതിൻ്റെ ഇപ്പം അതിൽ വേറെ ഒന്നും ഉണ്ടല്ലോ, ഇതിലൊന്നും ഉണ്ടാവാൻ പോണില്ല എന്നറിയാം. ഈ മൂപ്പരിരിക്കും, വേറെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അതൊരു ബ്ലണ്ടറാണ് ഗവൺമെൻറ് ചെയ്തത്, പുള്ളിയെ പിടിച്ചതിൻ്റെ ചെയർമാൻ പോസ്റ്റിലിരുത്തിയത്. അത് തീരെ അത് ശരിയായിട്ടില്ല.
യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് മൂപ്പരെ ഒഴിവാക്കണമെന്നാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഒഴിവാക്കാൻ പോണ, അതിൻ്റെ സിസ്റ്റം എന്താണ്, അത് രജിസ്റ്റേർഡ് സൊസൈറ്റി ആണോ, എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയാം. അതൊരു ഗവൺമെൻറ് നോമിനേറ്റഡ് ബോഡിയാണോ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഫസ്റ്റ് മീറ്റിങ്ങിന് പോയിരുന്നു, പിന്നെ ഞാൻ പോയില്ല. മതസംഘടനകൾക്ക് വോട്ടിലൊന്നും ഒരു പ്രാധാന്യമില്ല. ഇല്ല. മുമ്പൊക്കെ UDF മാത്രമേ പോലുള്ളൂ. ഇപ്പോൾ LDF വച്ചാലും ആ അതെ. ആരാണ് കൂടെ വെക്കണത്? അത് കലക്കി. ഞാൻ കൂടെ നിൽക്കണില്ല. നമ്മുടെ വിഷയം വരുമ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു തന്നെ എന്തെങ്കിലും ഒരു കൂടെ നിന്നിട്ടുള്ളൊരു വർത്താനം ഇതിലില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അല്ല, അത് കാര്യമാണെന്ന് വെച്ചാൽ അവരെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരോഗമനവാദി വേണമല്ലോ. അപ്പം എന്നെ പിടിച്ചിരുത്തി തരാം അവിടെ. അപ്പോൾ അത് അവർക്ക് ദോഷം ചെയ്യും, വ്യക്തമായിട്ട് ഞാൻ പറയാം. അത് ദോഷം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റാറ്റിസ്റ്റിക്കലി ഉണ്ടെന്നാണ് പറയുന്നത് ദോഷം ചെയ്തു എന്ന്. ഈ ഇലക്ഷനിൽ ദോഷം ചെയ്തു എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. BJP പറയുന്നുണ്ട്. ഞാൻ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് ഓരോ ബൂത്തിലും പോയിട്ട് അളന്ന് അവിടുത്തെ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള തിരിച്ച് എത്രയാണ് പ്രീവിയസ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ദോഷം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഏതായാലും ആ പോക്കുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പറയാം നമുക്ക്. ഉണ്ടോ? ഇല്ലല്ലോ. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അങ്ങോട്ട് പോയിട്ടും വേറെ മുത്തുക്കോയത്തങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടും ഒന്നും ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അത് മറ്റൊരിക്കും ഗുണം ഉണ്ടാവില്ല. ഇനി അതും അധികം ഗുണം നടന്നാൽ അതായിരിക്കും ഗുണം ഉണ്ടാവില്ല. അല്ല, ആദ്യം തന്നെ പറഞ്ഞ് ഗുണം ഉണ്ടാവില്ല എന്ന്. മൂപ്പർ പറഞ്ഞ ബുദ്ധി ഉപയോഗിക്കുന്ന പുതിയ തലമുറ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞ അവർ കേൾക്കുമോ? അവർ കേൾക്കൂലെന്ന്. അതല്ല, അത് ഒഴിവാക്കാനായിട്ടുണ്ടല്ലോ. 100% ഒഴിവാക്കാനായിട്ടുണ്ട്. അല്ലല്ല, വെള്ളാപ്പള്ളി അന്നും ഈഴവ കമ്മ്യൂണിറ്റി വല്ലാതെ പുറയിലല്ല. നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ പഠിച്ചാൽ പുറയിൽ പോയത് മുസ്ലിങ്ങളും OEC വിഭാഗങ്ങളും SC/ST വിഭാഗങ്ങളും. SC/STക്ക് പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവരാണ് ലത്തീനും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. മറ്റേ നരേന്ദ്രൻ കമ്മീഷനിൽ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ ബാക്ക്ലോഗ് ഉണ്ടായിട്ടില്ല. അവർക്ക് എന്ത് കാര്യം? അവർക്കൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അവർക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. അത് അവരുടെ സൈദ്ധാന്തികമായി നമ്മളവരായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ശ്രീവിദ്യ അവർക്ക് എയ്ഡഡ് സ്ഥാപനമൊന്നുമില്ലോ കാര്യമായിട്ട്. എയ്ഡഡ് കോളേജ്, ഒറ്റ കോളേജ് പോലും ഇല്ലല്ലോ അവർക്ക്. സമസ്തക്ക് ഒരൊറ്റ കോളേജില്ല, മെഡിക്കൽ കോളേജില്ല, ഒന്നുമില്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് സെൽഫ് ഫിനാൻസിങ് ആണ് നമ്മുടെ ഇവിടെ ഉള്ള പെരിന്തൽമണ്ണ അടുത്തുള്ളത്, തിരുവനന്തപുരം. അപ്പോൾ അതെ. അല്ലാതെ അവർക്ക് അതുകൊണ്ടൊന്നും അവർക്ക് എന്ത് കിട്ടാൻ, അവർക്ക് അതിലൊന്നും കിട്ടാനില്ല. അങ്ങനെ പോയത് പിന്നെ ഒരു ഈഗോ പ്രശ്നമാവാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. അതാ ഈഗോക്ക് സാധ്യത ഉള്ളൂ. മറ്റേ വേറെ ഒരു ദുരുദ്ദേശമായാലും ഞാൻ കാണുന്നില്ല. അതെനിക്കറിഞ്ഞൂടാ. അത് ഇവരെല്ലാവരും തങ്ങന്മാരാണ്. ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ലേ. അതെന്താ സംഭവം എന്ന് മനസ്സിലായ. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വോട്ടുമില്ല. അങ്ങോട്ട് പോയതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഇനി ഇങ്ങോട്ട് വന്നാലും ഒരു ഗുണം കിട്ടില്ല. ജനമൊക്കെ മൂപ്പര കൂടെയാണ്. എനിക്കൊരാളെ കിട്ടിയതെന്നായി അല്ലേ. അവർ ചിന്താപരമായിട്ട് ഭയങ്കരമാണെന്നൊക്കെ പറയാം. ചിന്താപരമായിട്ട് അവർ ഭയങ്കരമാണ്. അപ്പോൾ അവർ ചിന്താപരമായിട്ട് വോട്ട് ചെയ്യും. അവർ ചിന്താപരമായിട്ട് വോട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഉറപ്പാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആണ്. ആണ്. അതെ അതെ അതെ. അതും എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. അതെങ്ങനെ പിടിയിട്ട്. ഇത് വളരെ സിമ്പിളല്ലേ. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനത് സോൾവ് ചെയ്തത്. ഞാൻ ഒരു 5000 വിദ്യാർത്ഥി, നമ്മളെ യൂത്തിങ്ങരുടെ 5000 വിദ്യാർത്ഥിയെടുത്ത് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ വേറെ രസം അറിയോ? ഇവരെ പലരുടെ പേര് പോലും അറിയില്ല. അത് ഈ വിദ്യാർത്ഥികൾക്ക് ഇവരുടെ പേരറിയില്ല. അത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ബസ്സും ഞാനൊരു പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ആരാന്ന് ചോദിച്ചു. അവർ വേറെ ഒരിക്കലും അറിയില്ല. പിടിയിട്ടോ? ശരിയല്ല. ഞാൻ പറഞ്ഞ് ഇന്ന മുസ്ലിം നേതാവാണ്, ഇയാളുടെ പേരെന്താ?
അത് എനിക്കറിഞ്ഞൂടാ. അന്ന് ആ പറഞ്ഞ കുട്ടിയുടെ വാപ്പ അത് അവരുടെ പള്ളി കമ്മിറ്റി ചെയർമാനാണ്. അതുണ്ട്, അവരെ പള്ളി കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും വാപ്പ. പക്ഷേ അവരെ അറിയില്ല, അവർ അത് വേറെ വേറെ ഡിഫറെൻ്റ് ഇതിൽ വേൾഡിലാണ് അവർ നിൽക്കുന്നത്. സി അത് ഒരു സംഭവമുണ്ട്, അത് കറക്റ്റ്, ഞാൻ പറഞ്ഞുതരാം. ആ ചോദ്യം നല്ലൊരു വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എവിടെ എത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ, മനസ്സിലായ. പക്ഷെ അതിന് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, സർക്കാർ പ്രൊമോട്ട് ചെയ്യണല്ല. സർക്കാരിൻ്റെ ബേസിക് പോളിസി പണ്ട് തൊട്ടിട്ട് അതാണല്ലോ അവരുടെ മതത്തിനെ ഇതിനും കൂടെ കൂട്ടിക്കുറക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി. പക്ഷെ അതിൽ വേറെ ആംഗിൾ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഉദാഹരണം, ഞങ്ങളുടെ കോളേജസിൽ അത് നടക്കില്ല. കാരണം ഞങ്ങൾക്ക് അതിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഞങ്ങളുടെ കൾച്ചറിൻ്റെയും കൂടെ ഭാഗമായിട്ട് ഞങ്ങൾ നിലനിർത്തുള്ളൂ. നമുക്ക് മനസ്സിലല്ലേ, ഞങ്ങൾക്കൊരു കൾച്ചർ ഉണ്ടാവുമല്ലോ. ആ കൾച്ചർ നമ്മൾ ഒരു പ്രത്യേക കൾച്ചർ എന്ന് വെച്ചാൽ മുസ്ലിമുകളുടെ ഒരു പ്രത്യേക കൾച്ചർ, കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള കൾച്ചറുള്ള നമ്മളുടെ സെറ്റപ്പ് ഉണ്ടാവും. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം, അതൊന്നും ചോദ്യം ചെയ്യപ്പെടാം. അത് പക്ഷേ എൻ്റെ ചോദ്യം, എന്നോട് ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെ കുട്ടികളെ നോക്കേണ്ട ജോലി നിങ്ങൾക്കാണ്, നിങ്ങൾ നോക്കിക്കോ. ഇത് എൻ്റെ തലവേലിടാൻ നോക്കണ്ട, എന്നുവെച്ചാലേ ഞങ്ങളെ കുട്ടികളൊക്കെ കെട്ടിച്ചൊക്കെ വിട്ട് ഞങ്ങൾക്ക് ഈ തലവേദനയൊക്കെ കഴിഞ്ഞില്ല, നിങ്ങൾ നോക്കിക്കോ. ഇവർ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അവരെ മാതാപിതാക്കന്മാരെ ജോലിയല്ല, നമ്മുടെ ജോലിയാണോ? അല്ലല്ലോ, അവരെ ജോലിയാണ്, അവർ നോക്കണം. പിന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വല്ലാതെ അഴിഞ്ഞാട്ടം വരികയാണെങ്കിൽ അത് തടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പം അത് അങ്ങനെ തന്നെ. അതിപ്പോൾ ഇവരെ മാത്രമല്ല, അത് പൊതുവെ ഒരു ഇത് വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പറയണമാതിരി വർഗീയത വളർന്നു വരികയും വേറെ ഭാഗത്ത് മറ്റു വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. മിശ്ര വിവാഹത്തിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയില്ലേ ഈ വർഗീയതയുടെ ഇടയിൽ? എന്തേലേ, മിശ്ര വിവാഹത്തിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിരിക്കരുത്. ഡിവോഴ്സും കൂടി. അത് എല്ലാത്തിലും ഡിവോഴ്സ് കൂടി. അത് മിശ്രത്തിൽ കൂടി, മറ്റേലും കൂടി. മിശ്രത്തിൽ മാത്രം കൂടിയെന്നല്ല, അറേഞ്ച് മാരേജിലും കൂടിയിട്ടുണ്ട്. ഇനി വേറെ വല്ലതും ഇതിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ കുറേ സബ്ജക്റ്റായി. ഇടയ്ക്ക് മീഡിയനെ കാണുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാനല്ലോ. മറ്റേത് നമ്മുടെ ചാനൽ ചർച്ചയിൽ ഇന്ന സ്പെസിഫിക് ടോപ്പിക്കല്ലേ ഉള്ളൂ. ഇല്ലല്ലോ, നമ്മൾ നിർത്തിയല്ലോ, ഈ പരിപാടി നിർത്തി. നമ്മൾ ഈ ഉള്ളത് അടഞ്ഞു പൂട്ടി പോകുമോ എന്നുള്ളത് ഞങ്ങൾക്ക് പേടിയാണ്. പിടിയിട്ടോ, ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾമാരൊക്കെ യുക്രൈനിലോട്ട് വിളിച്ചുണ്ടായാലോ, ജോർജിയയിലോട്ട് വിളിച്ചു, അവിടെ പ്രിൻസിപ്പൾ ആവശ്യമുണ്ടല്ലോ. അതിൻ്റെ പേടിയിട്ടേക്ക് നല്ല പേടിയുണ്ട്. കാരണം എയ്ഡഡ് കോളേജിലൊക്കെ പ്രിൻസിപ്പൽമാരെ അവിടെ വിളിക്കുന്നുണ്ടല്ലോ, അവർ അധ്യാപകരെയും വിളിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇത്തവണ ഒരു സ്റ്റാൻസ് എടുത്തിട്ടുണ്ട്, ആരെയും ലോങ് ലീവ് സമ്മതിക്കൂലാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ലോങ് ലീവ് സമ്മതിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുണ്ട്. അതങ്ങനെയല്ല. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഇവരിങ്ങനെ സത്യത്തിൽ ഇവർക്ക് ഇതിൽ ആപ്റ്റിറ്റ്യൂഡൊന്നുമില്ല, പിടിയിട്ടില്ലേ വരൂ. അപ്പം ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് MBBS ചേരണം എന്നുള്ളത്. അപ്പം ഞാൻ കളിയൊക്കെ ചോദിക്കും, അപ്പോൾ ജനിച്ചുടനെ ആദ്യം ഉച്ചരിച്ച വാക്കെന്താ? അപ്പോൾ എന്താ ചോദിച്ചാൽ, ഞങ്ങളൊക്കെ അമ്മ അച്ഛന്നൊക്കെ വിളിച്ചിട്ടുള്ളത്, നിങ്ങളെന്താ വിളിച്ചത്? നീറ്റെന്നാണ് പിടിയിട്ടിയ. ഇവർ യാതൊരു ഐഡിയ ഇല്ല ഇവർ ചേർന്നത്. അപ്പോൾ ചേരുമ്പോൾ അതേമാതിരി ഓരോരുത്തർ. ഇപ്പം ഇന്നലെ ഒരാളെന്നെ വിളിച്ചിരിക്കുന്നു, മൂപ്പർക്ക് MSc ഫോറൻസിക് മെഡിസിൻ കിട്ടണം. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഫോറൻസിക് മെഡിസിൻ എന്താണ്? അയാൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അയാളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഡിമാൻഡുള്ള കോഴ്സാണ്. പിടിയിട്ടില്ല, ഫോറൻസിക് മെഡിസിൻ ഭയങ്കര ഡിമാൻഡുള്ളതാണ്, പോലീസ് സ്റ്റേഷനിലൊക്കെ ജോലി കിട്ടും, മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് VIP കാലിയായാൽ പത്രത്തിലൊക്കെ കയറിക്കൂടാ. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് ഭയങ്കര ഓട്ടമാണ് എല്ലാവരും കൂടെ. അപ്പോൾ അതേസമയം ഫിസിക്സ് കെമിസ്ട്രിക്കൊന്നും ആളില്ല, സയൻസ് സബ്ജക്റ്റുകൾക്ക് ആളില്ല. അപ്പോൾ അത് നോക്കണ്ട, അത് വെറുതെ ഇവരിങ്ങനെ അന്വേഷിച്ച് കണ്ടു. അല്ല, അത് വേണ്ട. പ്രസ് കോൺഫറൻസ് ആണെങ്കിൽ ഒരു തമാശയൊക്കെ നമുക്ക് പറയാമല്ലോ, എന്തായാലും. അപ്പോൾ ഞാൻ DM ന്യൂറോളജിയാണ്. അപ്പോൾ എൻ്റെ മകൻ MD ജനറൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പറഞ്ഞു, മോനെ നമുക്ക് DM ന്യൂറോളജി എന്ന് നോക്കിയാലോ? അതിൽ സ്കോപ്പില്ല. ഞാൻ എന്ത് സ്കോപ്പില്ല? സ്കോപ്പ് ഇടാനുള്ള സ്കോപ്പില്ല, മനസ്സിലായി? മറ്റ് എൻഡോസ്കോപ്പി, ഗാസ്ട്രോസ്കോപ്പി പൈസ വാങ്ങാല.
അപ്പോൾ തലച്ചോറിനുള്ളിൽ ഇടുന്ന ഒരു സ്കോപ്പും ഇല്ല. ബാക്കി എവിടെ നോക്കിയാൽ സ്കോപ്പ് ഇടാം. അപ്പോൾ സ്കോപ്പ് ഇട്ടാൽ പൈസ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ സ്കോപ്പ് ഇടാനുള്ള സ്കോപ്പ് ഇല്ലാതെ പറയും. അപ്പോൾ അതേമാതിരി ഇങ്ങനെ ഇവർ കമർഷ്യലായിട്ട് നോക്കുന്നത് ഡിമാൻഡ് അത് വെച്ചിട്ടല്ല, അത് ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ടല്ല അവർ നോക്കുന്നത്, കമർഷ്യൽ ഇത് വെച്ചിട്ട് നോക്കുന്ന. ഒരു 10 കൊല്ലത്തെ ടൈം എടുത്താൽ നമ്മൾ PSLC യുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഷുവർ വന്നിട്ടുണ്ട്. PhD വരെ ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആണ്, ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ PhD-യുടെ കാര്യം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് PhD ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൻ്റെ PhD എൻ്റെ അടുത്ത് നിന്ന് ഭാർഗവി നിലയവും മറ്റേ പെണ്ണിൻ്റെ പടം എന്താണ് നമ്മുടെ ഇപ്പോൾ വന്ന പുതിയ പടം ഒറിജിനൽ ഭാർഗവി നിലയം, നീല വെളിച്ചം, കറക്റ്റ്. ഭാർഗവി നിലയവും നീല വെളിച്ചവും ഒരു താരതമ്യ പഠനം, അതാണ് PhD. അല്ല അത് ഉണ്ടാവും, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഉണ്ട്, ആ കാലത്ത് അതുണ്ട്, ഇതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് തേരെ അതിൽ വിജയ നിർമ്മലനെ കിണറ്റിലോട്ട് എറിഞ്ഞ്, ഇതിൽ മറ്റേ ഇവിടെ മൂപ്പതിനെ കിണറ്റിലോട്ട് എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് PhD-കൾ വരുന്നത്, PhD തീസിസുകൾ ഇതാണ് വരുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള ഒരു ഇടിവിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരില്ലോ സ്വയാശ്രയ മേഖല, 1000 കോളേജ് സ്വയാശ്രയയിൽ വന്നു. 200 കോളേജാണ് ആകെ ഉണ്ടായിരുന്നത് നമുക്ക് എയ്ഡഡ് മേഖലയിൽ. അതിന് പകരം 1000 കോളേജ് സ്വയാശ്രയയിൽ വന്നു. അപ്പോൾ പിന്നെ ഇടിവുണ്ടാവുമല്ലോ, ക്വാളിറ്റി എറോഷൻ ഉണ്ടല്ലോ. പിന്നെ എല്ലാവരും പഠിക്കണം എന്നുള്ള സ്ഥിതി വന്നു, എല്ലാവർക്കും പഠിക്കണം ഇവിടെ ഇടിയ. അപ്പോൾ അതും ഒരു വലിയൊരു ഇഷ്യൂ ആയി. ആർക്കും പഠിക്കാം, എല്ലാവരും പഠിക്കണം, അല്ലെങ്കിൽ ആർക്കും പഠിക്കാം. എഞ്ചിനീയറിങ് ആർക്കും എഞ്ചിനീയർ ആവാം. ഇതുവരെ മെഡിസിനിൽ മാത്രമേ ഉള്ളൂ അത് കുറച്ചൊരു പിടുത്തത്തിൽ നിൽക്കുന്നുള്ളൂ. കാരണം അത് അല്ല അതുകൊണ്ടല്ല, അത് പിന്നെ മറ്റേത് നീറ്റ് വന്നിട്ട് അത് കറക്റ്റായിട്ട് ഒറ്റ തിരിമറിയില്ലല്ലോ. അതിൽ കറക്റ്റ് ഗവൺമെൻറ് ഒരു ഓർഡറിൽ അയക്കണമല്ലോ. അതിൻ്റെ മെറിറ്റിൽ യാതൊരു ഇതും വന്നിട്ടില്ല. പിന്നെ അതിൽ ഒരു സബ്ജക്റ്റല്ലേ ഉള്ളൂ ബേസിക്കലി. MBBS PG വിട്ടേക്ക്, MBBS ഒറ്റ സബ്ജക്റ്റ്. ഇത് കുറേ സബ്ജക്റ്റുകളും ഉണ്ടല്ലോ. അതൊന്നും നമ്മൾ ഇനി ഒന്നും. താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് എല്ലാം.